തുടക്കത്തിൽ പറഞ്ഞതുപോലെ ADGP MR അജിത് കുമാറിന്റെ കഴിഞ്ഞ ശനിയാഴ്ചത്തെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള ട്രാക്ടർ യാത്രയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ട്രാക്ടറിൽ പോലീസ് ഡ്രൈവറിന്റെ അടുത്ത് ADGP MR അജിത് കുമാറുമുണ്ട്. അതോടൊപ്പം തന്നെ പേഴ്സണൽ സെക്യൂരിറ്റി സ്റ്റാഫും MR അജിത് കുമാറിനോടൊപ്പമുണ്ട്. ഇതാണ് ആ ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങൾ വിവാദമായിരുന്നു. നിയമം ലംഘിച്ചായിരുന്നു ADGP MR അജിത് കുമാറിന്റെ ഈ യാത്ര. 9:43 രാവിലെ 9:43 പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഈ യാത്ര നടത്തിയത്. 12-ാം തീയതിയായിരുന്നു ഈ യാത്ര. ഇത് പിന്നീട് വിവാദമായി മാറുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഹൈക്കോടതിയിൽ ഈ കേസ് വന്നത്. ഈ കേസ് എടുത്തതിന് ഹൈക്കോടതി പക്ഷേ ഡ്രൈവർക്കെതിരെ മാത്രം എന്തുകൊണ്ട് കേസ് എന്ന ചോദ്യവും ഉന്നയിച്ചതാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ശശി നാരായണൻ പത്തനംതിട്ടയിൽ നിന്നും, ഒപ്പം TG സജിത്ത് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ശശി, ഇതിന്റെ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്, കോടതിയിലും എത്തിയതാണ്, ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടും നൽകിയതാണ്. നിയമപരമായി നോക്കിയാൽ ഇങ്ങനെ ഒരു യാത്ര നടത്താൻ പറ്റുകയില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായിട്ടും ശരിവെക്കുന്നതാണല്ലോ. ഈ ദൃശ്യങ്ങളും അത് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്. മുൻപിൽ തന്നെ ആ യാത്രാ സീറ്റിൽ തന്നെ MR അജിത് കുമാർ ഉണ്ട്, പേഴ്സണൽ സ്റ്റാഫ് പിന്നിലുണ്ട്, ഇല്ലേ? ഇത് നേരത്തെയും ഇങ്ങനെയായിരുന്നു കോടതിയിൽ ഈ റിപ്പോർട്ട് വന്നപ്പോഴും പറഞ്ഞിരുന്നത്. മഞ്ജുഷ, തീർച്ചയായും പോലീസിന്റെ വാദങ്ങൾ പൂർണ്ണമായി പൊളിയുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പങ്കുവെക്കാനുള്ളത്. തീർച്ചയായും MR അജിത് കുമാർ യാത്ര ചെയ്ത് ഈ CCTV ദൃശ്യങ്ങളില്ലാത്ത സ്ഥലങ്ങളായതുകൊണ്ട് അത് ഈ ദൃശ്യങ്ങൾ കിട്ടില്ല എന്നൊരു ധാരണ പോലീസിനുണ്ടായിരുന്നു. എന്തായാലും കൃത്യമായി ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ MR അജിത് കുമാർ ADGP യാത്ര ചെയ്യുന്നതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കും. മങ്കി ക്യാപ്പ് ധരിച്ച് യാത്ര ചെയ്തതാണ് ADGP. ഒപ്പം അംഗരക്ഷകരായ രണ്ടുപേരും ആ ട്രാക്ടറിലുണ്ട്. അങ്ങനെ പോലീസിന്റെ ട്രാക്ടറിലാണ് ഇവര് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പോലീസ് നേരത്തെ MR അജിത് കുമാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും ഇതിൽ എടുത്തിട്ടുണ്ട്. SP അടക്കം പമ്പ CA അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പമ്പ പോലീസ് ട്രാക്ടർ ഡ്രൈവർക്ക് മാത്രമാണ് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് കേസ് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒപ്പം ADGPയെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു നിലപാടും പോലീസ് എടുത്തു. അത് SP-ക്കും CA-ക്കും പങ്കുണ്ട് എന്നുള്ള കാര്യം കൂടി ആണ് വ്യക്തമാക്കുന്നത്. അവരുടെ നിർദ്ദേശമില്ലാതെ ഇങ്ങനൊരു യാത്ര ഇങ്ങനെ നടത്താൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. കാരണം ശബരിമലയെ സംബന്ധിച്ച് ചരക്ക് നീക്കത്തിന് വേണ്ടി മാത്രമാണ് ട്രാക്ടർ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന ഹൈക്കോടതി വിധി ഒരു 12 വർഷത്തിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ട്രാക്ടറിലെ യാത്ര അനുവദനീയമല്ല, അത് നിയമലംഘനമാണ് എന്നുള്ള കാര്യം കോടതി തന്നെ പറഞ്ഞിരിക്കും. ആ കോടതി ഉത്തരവാണ് ലംഘിച്ചുകൊണ്ട് ADGP സ്വകാര്യ സന്ദർശനം ശബരിമലയിൽ നവഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നതുമായി ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ സന്ദർശനമാണ് ADGP നടത്തിയത്. ആ സന്ദർശന വേളയിലാണ് ഈ ട്രാക്ടർ യാത്ര നടത്തിയിട്ടുള്ളത്. എന്തായാലും സന്നിധാനത്ത് ദർശനം കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം തിരികെയും ട്രാക്ടറിലാണ് തിരിച്ച് പമ്പയിലെത്തിയത്. ഇത് വിവാദമായിട്ടുണ്ട്. അത് ADGPയെ പൂർണ്ണമായി സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് FIR രജിസ്റ്റർ ചെയ്തപ്പോൾ ഈ ട്രാക്ടർ ഡ്രൈവറുടെ പേരിൽ മാത്രമാണ് ഈ കേസ് ഉള്ളത്. അതിൽ രൂക്ഷ വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം കാര്യങ്ങളും നിയമങ്ങളും എല്ലാം വ്യക്തമായി അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥൻ അത് ലംഘിച്ചു എന്നുള്ള കാര്യത്തിൽ കോടതിയും കടുത്ത രൂക്ഷ വിമർശനവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്നിട്ടുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതുകൂടി ആധികാരികമായി ഇത് കോടതി പരിഗണിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. എന്തായാലും ഗുരുതരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്, ADGPയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ദൃശ്യങ്ങൾ മുഖേന നമുക്ക്